ഇന്ന് കറിവേപ്പിലിൻ്റെ കാണിച്ചു തരാനാണ് വന്നത്. കറിവേപ്പില ആകെ 2 മാസമായിട്ടുള്ളൂ. ഇത് നട്ടിട്ട് ഇത്രയും വലുതായി ഒരുപാട് ഇലകൾ നോക്കി നിങ്ങൾ. മരം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയായിരുന്നു. ഞാനിത് പിടിച്ച് കെട്ടിയതാണ്. അതിനൊരു കുഞ്ഞ് വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും ഇങ്ങനെ വളരും. ആരും ഒന്നും വിഷമിക്കണ്ട, എല്ലാവർക്കും റെഡിയാവും. ഇത് നട്ടിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. മരം ചെറുതും ഇല ഒരുപാട് കാണുന്നില്ലേ. ഇത് നട്ടിട്ട് 3 ആഴ്ചയായിട്ടുള്ളൂ. ഇതാ മരം ചെറുത്, ഇലകൾ ഒരുപാടുണ്ട്. ഇതാ ഇതും 2 മാസമായി. ഇതിൻ്റെ നീണ്ട് വന്നിട്ടില്ല, പല ഭാഗത്തായിട്ട് കൊമ്പുകൾ വന്നിട്ടുള്ളതാ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. എല്ലാവർക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിവേപ്പില വളരെ. ഇത് ഇന്നലത്തെയല്ല മെഞ്ഞാന്നത്തെ കഞ്ഞിവെള്ളമാണ്. ഇത് 1 ലിറ്റർ കഞ്ഞിവെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ നല്ല ശുദ്ധവെള്ളവും ഒഴിച്ചു കൊടുക്കാം. ശുദ്ധവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് വലുതാണെങ്കിൽ പകുതി മതി. ഇത് ചെറുതായതുകൊണ്ടാണ് ഒന്നെടുത്തത്. ഇതിൽ ഇപ്പോൾ ചെറുനാരങ്ങ ചെറുതേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കല്ലുപ്പാണല്ലോ ഇട്ടത്, അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പെല്ലാം നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി തെളിച്ച് കൊടുക്കുക. നല്ല ഇളക്കും, നന്നായി കിട്ടണം. കിട്ടിയിട്ട് വേണ്ടിയില്ലെങ്കിൽ ചായഞ്ഞ് പോകും ഇല കൂടുതലായിട്ട്. ഞാനിന്ന് ഒരുപാട് ഇല എടുത്തിട്ട് കറിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ല, മരം വളരെ നേരിയതാണ്. ഇലയാണ് കൂടുതൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊരു മരത്തിന് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും കഞ്ഞിവെള്ളം ഇതൊരു മരത്തിന് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും കഞ്ഞിവെള്ളം ബാക്കി വരുന്നത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നാരക തൊലിയൊന്നും കളയണ്ട, ഇതിൻ്റെ മേലെ ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുണ്ട കൂടിയിട്ട്